ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത്, ദ റോയൽ എൻഫീൽഡ് സൂപ്പർ മീറ്റോ 650. എല്ലാവർക്കും മോട്ടോപ്രേമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ സൂപ്പർ മീറ്ററിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 1952 to 1962 കാലഘട്ടത്തിൽ റോയൽ എൻഫീൽഡ് നിർമ്മിച്ച ഒരു മോഡലായിരുന്നു സൂപ്പർ മീറ്റർ. അതിനുശേഷം ഈ അടുത്തായിട്ടാണ് ഈ ഒരു വാഹനം രണ്ടാമതും രംഗപ്രവേശനം നടത്തിയത്. നമ്മുടെ സൂപ്പർ മീറ്ററിന് മുമ്പ് മീറ്റോ 350 എന്നുണ്ടായിരുന്നു. അതിലേറ്റവും കൂടുതലൊരു ക്രൂസർ സെഗ്മെൻറ്റിലാണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു മീറ്റോ 650 വന്നിട്ടുള്ളത്. ആൻഡ് ഈ ഒരു വാഹനത്തിനെ കുറിച്ച് പറഞ്ഞാൽ നമ്മളിപ്പോൾ 3 വേരിയൻസ് നമുക്ക് ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. എട്ടോളം കളറിൽ നമുക്ക് ഈ ഒരു വാഹനം ലഭിക്കുന്നുണ്ട്. ഇത് മിഡിൽ വേരിയൻ്റ് ആണ്. ഇതിൻ്റെ മേലെ ടോപ്പ് വേരിയൻ്റ് ഉണ്ട്. അതിൽ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ, ഫീച്ചേഴ്സ് അല്ല, നമ്മുടെ കുറച്ച് എക്സ്ട്രാ ഫിറ്റിങ്സ് ആണ് എക്സ്ട്രാ വരുന്നത്. നമ്മുടെ ഈ ഒരു ബാക്ക് റെസ്റ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ വിൻഷീൽഡ് വരുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് മാറ്റങ്ങളാണ് ടോപ്പ് മോഡലിൽ വരുന്നത്. ഇത് അതിന് നേരെ താഴെയുള്ള ഒരു മോഡലാണ്. ആൻഡ് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ 648cc ആണ് ഈ ഒരു വാഹനം. 2 സിലിണ്ടർ എഞ്ചിനാണ്. അത് തന്നെ ഡ്യുവൽ ചാനൽ ABS വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. ആൻഡ് ഇത് ഒരു ക്രൂസിങ് വാഹനമാണ്. ആക്ച്വലി ഞാനത് 2 ദിവസമായിട്ട് ഞാൻ ഈ വാഹനം ഓടിച്ചു നോക്കി. ആക്ച്വലി തണ്ടർബേർഡിന് ബദലായിട്ടാണ് നമ്മുടെ മീറ്റോർ വന്നിട്ടുണ്ടായിരുന്നത്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നൊരു തണ്ടർബേർഡ് 350 ആണ്. ആക്ച്വലി ഇത് ഓടിച്ചതിന് ശേഷം ആ ഒരു വാഹനത്തിലേക്ക് വരുമ്പോൾ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസം നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. കാരണം ഈ ഒരു 650cc, അതുപോലെ തന്നെ ഒരു വൈബ്രേഷനും ഇല്ല. 80 ആണെങ്കിൽ 90 കിലോമീറ്റർ സ്പീഡിലൊക്കെ പോകുമ്പോൾ ഒരു വൈബ്രേഷൻ നമുക്ക് ഈ ഒരു വാഹനത്തിൽ അനുഭവപ്പെടുന്നതാണ് മറ്റൊരു കാര്യം. സോ നമുക്ക് ഈ വാഹനത്തിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇത്രത്തോളം ലുക്സ് ഈ ഒരു വാഹനം ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ചെറിയ വാഹനമായിട്ട് നമുക്ക് തോന്നുള്ളൂ. സൈഡിലേക്ക് വരുമ്പോഴാണ് ഈ വാഹനം എന്താണെന്നുള്ളത് അറിയുള്ളൂ. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു അലുമിനിയം കളറിലുള്ള നമ്മുടെ മിറേഴ്സ് നൽകിയിട്ടുണ്ട്. അതിന് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ക്ലച്ച് ലിവർ നൽകിയിട്ടുണ്ട്. അത് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. അതുപോലെ തന്നെ ബ്രേക്കും നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ അത് നമുക്ക് പിന്നെ പറയാം. അതിന് LED ലൈറ്റ്സ് ആണ് നൽകിയിട്ടുള്ളത്. അതിന് RE എന്നുള്ളൊരു ലോഗോ നൽകിയിട്ടുണ്ട്. ആൻഡ് ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് ഹസാർഡിൽ രണ്ടും ഓപ്പണായിട്ട്, രണ്ടും കൂളായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അതിനിവിടെ അപ്സൈഡ് ഡൗൺ ആയിട്ട് നിൽക്കുന്ന നമ്മുടെ ഫോക്സ് കാണാം. ആൻഡ് ടെസ്റ്റ് ഡ്രൈവ് വെഹിക്കിളാണ്. നമ്മുടെ ടെസ്റ്റ് ഡ്രൈവ് എന്നുള്ളൊരു സ്റ്റിക്കർ ഇവിടെ ഉണ്ട്. ആൻഡ് ഈ ഒരു ഗ്രീൻ കളറാണ്. അതിൽ തന്നെ ഗ്രീന്, ബ്ലാക്ക്, പിന്നെ യെല്ലോ ഷെയ്ഡ് പോലെ കുറച്ച് ലൈൻസ് നൽകിയിട്ടുണ്ട്. ഇതിൽ 43 mm അപ്സൈഡ് ഡൗൺ ടെലിസ്കോപ്പി ഫ്രണ്ട് സസ്പെൻഷനാണ് നൽകിയിട്ടുള്ളത്. അതിൻ്റെ ട്രാബിൽ വരുന്നത് 120 mm ആണ്. ഇവിടെ ഒരു റിഫ്ലക്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ആൻഡ് ഇവിടെയൊക്കെ ബ്രഷ്ഡ് അലൂമിനിയമാണ്. നമ്മുടെ ഹെഡ്ലൈറ്റ്സിൻ്റെ കവറിങ് ആണെങ്കിലും ഇവിടെയൊക്കെ ബ്രഷ്ഡ് അലൂമിനിയം ഫീല് നല്ലോണം നൽകിയിട്ടുണ്ട്. ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ചിലർ കവറിങ് പോലെ കൊടുത്തിട്ടുണ്ട്. അതിന് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടിയർ ഡ്രോപ്പ് ഫ്യൂൽ ടാങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കപ്പാസിറ്റി 15.7 ലിറ്ററാണ്. ആൻഡ് ഇവിടെയൊക്കെ ഈ ഒരു ചേസസൊക്കെ കംപ്ലീറ്റ് നമ്മുടെ ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു ഗ്ലൈസിങ് പോലെ ഫീലുണ്ട്. ആ പെയിൻറ്റിങ്ങിലൊക്കെ ഉടനീളം കാണുന്നുണ്ട്. ഇവിടെ കാണുന്നുണ്ട്, ഈ എഞ്ചിനിലുണ്ട്, ഈ സൈഡിലൊക്കെ നമുക്കത് കാണുന്നുണ്ട്. 15.7 ലിറ്റേഴ്സാണ് ഈ ഒരു ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. ഞാനിവിടെ താഴെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കളറ് ചേർന്നുള്ള ഒരു എൻജിൻ ബേ ആണ്. നമ്മുടെ ഇവിടെ ചെറിയൊരു സ്റ്റീൽ എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ബ്രഷ്ഡ് അലൂമിനിയം പിന്നെ ബ്ലാക്ക് എല്ലാം കൂടി മിക്സ്ഡായിട്ടാണ് നമ്മുടെ ഈ ഒരു എൻജിൻ കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹോൺസ് അവിടെ കാണുന്നുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ റേഡിയേറ്ററിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി എൻജിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 47 ഹോഴ്സ് പവറാണ് ഈ ഒരു വാഹനം. 648cc ആണ്. പിന്നെ 52.3 Nm സ്റ്റോക്കും ഈ വാഹനം നൽകുന്നുണ്ട്. ഇനി ഇവിടെ നമ്മുടെ ഒരു ഫുഡ് ബാക്ക്, റൈഡർ ഫുഡ് ബാക്ക് നൽകിയിട്ടുണ്ട്. ബ്രേക്സും കാര്യങ്ങളും അവിടെ നൽകിയിട്ടുണ്ട്.
ആൻഡ് ഇവിടെ പില്ലൻ ഫുഡ് പാക്ക് നൽകിയിട്ടുണ്ട്. ഡ്യുവൽ എക്സോസ്റ്റാണ് ഈ ഒരു വാഹനത്തിലുള്ളത്, നമുക്ക് കാണാം ഡ്യുവൽ എക്സോസ്റ്റാണ്. ഇനി റിയറിലേക്ക് വരാമെന്നുണ്ടെങ്കിൽ 16 ഇഞ്ച് വീൽസാണ്, നല്ല പ്രൊഫൈൽ കൂടിയ വീലുകളാണ് നൽകിയിട്ടുള്ളത്. വൈബറിൻ്റെ തന്നെ ഡിസ്ക് ബ്രേക്സാണ് നൽകിയിട്ടുള്ളത്. ഞാൻ ഇവിടെ സൂപ്പർ മീറ്റോ 650 എന്നുള്ള ആ ഒരു സ്റ്റിക്കറോട് കൊടുത്തിട്ടുണ്ട്. അതിനിവിടെ റോയൽ എൻഫീൽഡിൻ്റെ ഒരു എന്താ പറയുക മീറ്റിയോർ പോലെയാണ്, കാരണം വാൽനക്ഷത്രം പോകുന്ന പോലെ തന്നെ ചെറിയൊരു വാല് പോലെ കുറച്ച് എലമെൻറ്റ്സ് ഒക്കെ അവിടെ നൽകിയിട്ടുണ്ട്. അതിനിവിടെ ചെറിയൊരു ഹുക്സ് പോലെ നൽകിയിട്ടുണ്ട്. നമ്മളെ നമ്മുടെ ക്യാരേജ് കാര്യങ്ങളൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അത് യൂസ്ഫുള്ളാണ്. പിങ്ക് ഷോക്സ് സസ്പെൻഷനാണ് നൽകിയിട്ടുള്ളത്. റീലോഡ് അഡ്ജസ്റ്റബിൾ ആണ്. അതുപോലെ തന്നെ 101 മില്ലിമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ട്രാവൽ നൽകിയിട്ടുള്ളത്. ഇനി റിയറിലേക്ക് വരാമെന്നുണ്ടെങ്കിൽ ഒരു റൗണ്ട് ആണ് നമ്മുടെ ടൈൽ ലൈറ്റ്സ് നൽകിയിട്ടുള്ളത്. രണ്ട് സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അതിന് ഇവിടെ താഴെ ഒരു റിഫ്ലക്റ്റേഴ്സ് നൽകിയിട്ടുണ്ട്. അതിന് ഇതിൽ കുറച്ചുകൂടി ഒരു എന്താ പറയുക ഒരു ഹൊറിസോണ്ടലായിട്ട് അല്ലെങ്കിൽ വെർട്ടിക്കലായിട്ടുള്ള കുറച്ച് LED സ്ട്രിപ്സ് നൽകിയിരുന്നെങ്കിൽ കൂടുതൽ രസകരമായതിനെ. ഇത് ഹാലജനാണ്. അതിന് ഈ സൈഡിലേക്ക് വരാമെന്നുണ്ടെങ്കിൽ ഇവിടെ ചെറിയൊരു സാരി ഗാർഡ് പോലെ നൽകിയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇവിടെയാണ് നമ്മുടെ പില്ലനിൽ നൽകിയിട്ടുള്ളത്. ഇവിടെ റോയൽ എൻഫീൽഡ് എന്നുള്ളൊരു ബാഡ്ജിങ്ങോട് കൂടിയാണ് കൊടുത്തിട്ടുള്ളത്. അതിനിവിടെ നമ്മുടെ ഗിയേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഒരു ചെറിയൊരു ഇൻഫർമേഷൻ നമുക്ക് ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇവിടെ നോക്കാമെന്നതിന് മുമ്പ് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. മറ്റുള്ള വാഹനങ്ങൾ പോലെ നമുക്കിത് ഫ്യൂൾ ടാങ്കിൻ്റെ ഓപ്പണർ കയ്യിൽ പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതിവിടെ തന്നെ നിൽക്കും. ഇനി ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു ബിൽറ്റ് വിത്ത് ഗൂഗിൾ വേർഷൻ 12.1 ഹെൽമെറ്റിൻ്റെ സീനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ബിൽറ്റ് ഇൻ നാവിഗേഷൻ ഈ വാഹനത്തിൽ അവൈലബിൾ ആണ്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഡിജിറ്റൽ പ്ലസ് അനലോഗ് മീറ്റർ കൺസോളാണ് നൽകിയിട്ടുള്ളത്. റോയൽ എൻഫീൽഡിൻ്റെ ചെറിയ ലോഗോ ഉണ്ട്. നമുക്ക് ബാറ്ററി മറ്റു കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് 200 കിലോമീറ്റേഴ്സാണ് മാക്സിമം സ്പീഡ് നൽകിയിട്ടുള്ളത്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ടൈമുണ്ട്, ഈക്കോ മോഡ് നമ്മുടെ മോഡ് അറിയുന്നുള്ളത്, പിന്നെ ഗിയർ, പിന്നെ ട്രിപ്പ് F എല്ലാ കാര്യങ്ങളും അവിടെ ചെറിയൊരു സ്വിച്ച് ഉണ്ട്. അതിൽ നമുക്കിവിടെ ഓപ്ഷൻസൊക്കെ മാറ്റാം. ട്രിപ്പ് A, ട്രിപ്പ് B, ട്രിപ്പ് F, ഓട്ടോമീറ്റർ. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് നമ്മുടെ എൻജിൻ കിൽ സ്വിച്ച് വരുന്നിട്ടുള്ളത്. ഇത് നമ്മുടെ ഹസാർഡ് വാർണിങ്ങിൻ്റെ ലൈറ്റ്സ് സ്വിച്ച് ബട്ടൺസാണ് നൽകിയിട്ടുള്ളത്. ഇവിടെയൊക്കെ ചെറിയ ആ ഒരു ഫിനിഷിങ് നല്ല കൗതുകരമായിട്ട്, കാരണം ആ ഒരു ഫീൽ ഇവിടെ നല്ല പെട്ടെന്ന് കിട്ടുന്നുണ്ട്. ഇവിടെ റോയൽ എൻഫീൽഡ് സിൻസ് 1901 അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എൻജിൻ സ്വിച്ചിൻ്റെ വേറെ കളറാണ്. ഇവിടെ ബ്ലാക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് നമ്മുടെ ആക്ച്വലി പാസിങ്ങിൻ്റെ ലൈറ്റ്സിൻ്റെ കൺട്രോളാണ്. ഇവിടെയാണ് നമ്മുടെ ഫോണ്. അവിടെ ചെറിയ റോയൽ എൻഫീൽഡിൻ്റെ ആ ഒരു സ്റ്റിച്ചിങ് ഭയങ്കര രസമായിട്ടുണ്ട്. നല്ല വിസിബിളായിട്ടുള്ള മിറേഴ്സാണ് നമുക്കിവിടെ ഈ വാഹനത്തിലുള്ളത്. ജസ്റ്റ് ഇതിൻ്റെ സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. എൻജിൻ ഓണായി. റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന വാഹനത്തിൻ്റെ കളറ് ഇൻറ്റർസ്റ്റെല്ലാർ ഗ്രീനാണ്. ഇൻറ്റർസ്റ്റെല്ലാർ തന്നെ ഗ്രേയും വരുന്നുണ്ട്. ആക്ച്വലി ഇതൊരു സെക്കൻഡ് വേരിയൻ്റ് ആയിട്ട് വരും. 3 ടൈപ്പിൽ നമുക്ക് ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 ഡിഫറെൻറ്റ് കളേഴ്സിൽ വരുന്നുണ്ട്. 3 വേരിയൻസ് വരുന്നുണ്ട്. അതുതന്നെ പല കളറിലും നമുക്ക് ഈ ഒരു വാഹനം വരുന്നുണ്ട്. ഇത് ടോപ്പിൻ്റെ നേരെ താഴെ ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്നതാണ്. ഇതിൻ്റെ താഴെ ഒരു മോഡലുണ്ട്, ഇതിൻ്റെ മേലെയും വേറൊരു മോഡലുണ്ട്. ഏറ്റവും കൂടുതൽ എന്താ പറയുക ഒരു സൗന്ദര്യം തോന്നിപ്പിക്കുന്ന ഭാഗം ഈ ഒരു വിയറിനാണ്. കാരണം ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ സാധാ ഒരു നോർമൽ ബുള്ളറ്റ് പോലെ നമുക്ക് തോന്നാം. പക്ഷേ ഈ സൈഡിലേക്ക് നിൽക്കുമ്പോഴാണ് ഈ ഒരു വാഹനം എത്രത്തോളം വലുപ്പമുണ്ട് എന്നുള്ളതും ഉള്ളത്. പിന്നെ ഈ സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 745 mm ആണ് ഈ ഒരു വാഹനത്തിൻ്റെ സീറ്റ് ഹൈറ്റ്സ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരുപാട് കുറച്ച് കിലോമീറ്റേഴ്സ് ഈ ഒരു വാഹനം ഞാൻ ഡ്രൈവ് ചെയ്തിരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലാച്ചാൽ കുറച്ചുകൂടിയും ഈ ഒരു വാഹനം കൊണ്ടു നടക്കുകയാണെങ്കിൽ എനിക്ക് അത്യാവശ്യം കുറച്ച് വെയിറ്റും ഹൈറ്റും വേണമെന്നുള്ളതാണ്. കാരണം ഞാൻ മാക്സിമം ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് ഫോർവേഡ് ലീൻ ചെയ്തിരുന്നിട്ടാണ് ഞാൻ ഈ ഒരു വാഹനം ഡ്രൈവ് ചെയ്തത്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് വെയിറ്റ് കുറച്ച് കമ്മിയാണെങ്കിൽ തന്നെ അതുകൊണ്ട്
ആ സെക്കൻഡ് ഗിയറിന് തേർഡ് ഗിയറിലൊക്കെ മാറ്റുമ്പോൾ നമ്മളൊന്ന് ബാക്കിലോട്ട് പിന്നോട്ട് വലിഞ്ഞു പോകുന്ന ഒരു ഫീല് അനുഭവപ്പെട്ടു. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു വാഹനം ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രൈവ് നമുക്ക് ഈ ഒരു വാഹനം ലഭിക്കുന്നുണ്ട്. മറ്റൊരു പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള വൈബ്രേഷൻസ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. അതാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ്. കാരണം ഞാൻ 70-80 സ്പീഡിലൊക്കെ ഞാനത് ക്രൂസ് ചെയ്ത് പോയി. അതുപോലെ നമുക്കൊരു വൈബ്രേഷൻ്റെ യാതൊരു ഇതും നൽകിയിട്ടില്ല. ആൻഡ് പിന്നെ 6 ഗിയേഴ്സാണ് ഈ ഒരു വാഹനത്തിലുള്ളത്. അത് മറ്റൊരു കാര്യമാണ്. അതൊക്കെ നല്ല ഹൈവേസിലാണ് നമുക്ക് മാക്സിമം 6 ഗിയേഴ്സിലൊക്കെ എത്താൻ പാടുള്ളൂ. എന്തൊരു സിറ്റി ഡ്രൈവിന് പറ്റുമോ ചോദിച്ചാൽ ഐ ഡോണ്ട് ഫീൽ സോ. കാരണം സിറ്റിയിൽ ഞാനത് യൂസ് ചെയ്തില്ല. ഞാൻ ഹൈവേസിൽ മാത്രമേ ഞാനൊരു വാഹനം യൂസ് ചെയ്തിട്ടുള്ളൂ. കാരണം സിറ്റിയിൽ ഇത് കൊണ്ടിറങ്ങണമെങ്കിൽ അത്യാവശ്യം ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ഇതൊരു ക്രൂസർ ബൈക്കാണ്. സിറ്റി യൂസിന് പറ്റിയ ബൈക്കാണെന്ന് ചോദിച്ചാലല്ല. പക്ഷേ ആളുകൾ യൂസേജിനനുസരിച്ചിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ. ഈ ഒരു വാഹനത്തിൻ്റെ മൈലേജ് കമ്പനി ക്ലെയിം ചെയ്യുന്നത് 25 km/l ആണ്. ടുഗദർ കാണാനും ഭയങ്കര രസമുണ്ട്. കാരണം ഈ ഒരു സെഗ്മെൻറ്റിൽ അതായത് റോയൽ എൻഫീൽഡ് തന്നെ ഏറ്റവും നിർമ്മിക്കുന്നതിൽ വെച്ച് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു വേരിയൻ്റാണ് ഈ സൂപ്പർ മീറ്റിയോർ 650 എന്ന് പറയുന്നത്. ഞാൻ ആക്ച്വലി ഇങ്ങനെയാണ് ഞാൻ ഓടിച്ചിരുന്നത്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ആ സീറ്റിംഗ് പൊസിഷന്. കാരണം കുറച്ചുകൂടി ഹൈറ്റും കൂടുതൽ ഉണ്ടെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. എന്നിരുന്നാലും അത്യാവശ്യം ഇങ്ങനെയൊക്കെ ഈ ലെവലിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പോലത്തിലാണ് നമുക്ക് ഈ ഒരു 250 കിലോഗ്രാമാണ് ഈ ഒരു വാഹനത്തിൻ്റെ വെയിറ്റ്. അത് അറിയുന്നില്ല. പക്ഷേ എന്താ വെച്ചാൽ നമ്മൾ അങ്ങനെ സിറ്റി റൈഡിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്കത് അറിയും. കാരണം അത്രത്തോളം വെയിറ്റും കാര്യങ്ങളും നമ്മളിത് കൊടുക്കേണ്ടി വരും. ആക്ച്വലി ഇതൊരു ക്രൂസറാണ്. ഹൈവേസിൽ ക്രൂസ് ചെയ്യാനാണ് ഈ ഒരു വാഹനം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പോകുന്നത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആക്ച്വലി ഞാനുണ്ടെങ്കിൽ അതേ ഹൈവേസിലേ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. കാരണം സിറ്റിയിൽ എനിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ല ഈ ഒരു ഇതേപോലെയുള്ള വലിയൊരു വാഹനം കൊണ്ടുനടക്കാൻ. അത്രത്തോളം ലെങ്ത് ഈ ഒരു വാഹനം ഉണ്ട്. നമുക്കൊക്കെ കണ്ടാൽ അറിയുന്നുണ്ടാവും. പിന്നെ ക്രൂസസ് വെഹിക്കിൾസ് അങ്ങനെ തന്നെയാണ്. അത്യാവശ്യം നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ പിലിയൻ സീറ്റ്സും കംഫർട്ടബിൾ ആണ്. ഇവിടെ എന്താ പറയുക, ആ ഫസ്റ്റ് ഗിയറിന് സെക്കൻഡ് ഗിയറിലൊക്കെ മാറ്റി നമ്മൾ ഒന്ന് വലിച്ചെടുക്കുമ്പോൾ നമ്മളിങ്ങനെ ബാക്കിലേക്ക് ലീൻ ചെയ്ത് വരുന്ന ഒരു ഫീൽ എനിക്ക് കിട്ടി. ആൻഡ് 100 to 200 kilometers ആണ് ഈ ഒരു വാഹനത്തിൻ്റെ മാക്സിമം സ്പീഡ് നൽകിയിട്ടുള്ളത്. അതൊക്കെ നമ്മുടെ കേരളത്തിലെ റോഡിൽ കിട്ടുമെന്നുള്ളത് ഭയങ്കര ഡൗട്ടാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഗിയറിൽ തന്നെ 40+ kilometers നമുക്ക് സ്പീഡ് അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നുണ്ട്. 6 ഗിയേഴ്സാണ് ഈ ഒരു വാഹനത്തിലുള്ളത്. അത് നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലെ റോഡിൽ എത്താൻ പറ്റുമോ എന്നുള്ളത് ഭയങ്കര ഡൗട്ടാണ്. എന്നിരുന്നാലും ഹൈവേസിലൊക്കെ മാക്സിമം നമുക്ക് 5 to 6 ഒക്കെ എത്തിക്കാൻ പറ്റുന്നുണ്ട്. ആൻഡ് അത് ഒരു വൈബ്രേഷൻസ് ഇല്ല എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഒരു 20+ kilometers ഞാനിപ്പോൾ ഈ വാഹനം ഓടി ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട്. ആൻഡ് ഒരു തരത്തിലുള്ള വൈബ്രേഷൻസും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഈ 650 ഞാൻ നേരെ 350 തണ്ടർബേർഡിലേക്ക് ഇറങ്ങിയപ്പോൾ ആനിൽ നിന്ന് മുമ്പിലേക്ക് ഇറങ്ങിയ പോലെയാണ് അവർ ഫീൽ ചെയ്തത്. കാരണം വൈബ്രേഷൻസും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ നമ്മൾ തണ്ടർബേർഡിൻ്റെ എന്താണുള്ളത്. എന്നിരുന്നാലും ഈ ഒരു വാഹനം അത്ര നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള വാഹനമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സൂപ്പർ മീറ്റിയറിനെ കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുകയാണ്. ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം. ഇനിയും ഒരുപാട് ബൈക്കുകളുടെയും കാറുകളുടെയും അതുപോലെ തന്നെ ഈവൻ ട്രക്സിൻ്റെ പോലും വീഡിയോസ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കാം. സോ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ തീർച്ചയായും ഇരുന്നതാണ്. അണ്ടിൽ വി മീറ്റ് അഗെയിൻ. ബൈ ബൈ.